താനൂരിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന എ വിജയരാഘവനെതിരെ കടുത്ത വിമർശനവുമായി പ്രവർത്തകർ. പണാധിപത്യമാണ് പരാജയത്തിന് കാരണം എന്നാണ് വിമർശനം. ഇനിയും പാർട്ടിയെ ഇല്ലാതാക്കരുത്. താനൂരിലെ കൂറ്റൻ പരാജയം ഓരോ പ്രവർത്തകന്റെയും മുഖത്തേറ്റടിയാണെന്നും യുവധാര താനാളൂർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നു. താഴെത്തട്ടിലെ സഖാക്കൾ കണ്ട അപകടം മുകളിലിരിക്കുന്നവർ കാണാതെ പോയത് അവരുടെ താൽപര്യം സംരക്ഷിക്കാനാണ് എന്നാണ് ചോദ്യം. താനൂരിൽ CPM വോട്ടുകളടക്കം ലഭിച്ചുവെന്ന് PK നവാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പഴയകാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന് 3 ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് താനൂരിൽ ജയിച്ചത്. എല്ലാ ജനവിഭാഗവും UDF പിന്തുണച്ചു എന്നാണ് താനൂരിലെ റിസൾട്ട് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയമായ പ്രവർത്തനങ്ങൾ നടത്തുക, രാഷ്ട്രീയമായ ചർച്ചകൾ ഉണ്ടാവുക, രാഷ്ട്രീയമായ പോരാട്ടം നടക്കുക. അതിനപ്പുറം സമ്പത്തിനെ മാനദണ്ഡമാക്കിയിട്ടല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ കൊണ്ടുപോകേണ്ടത്. നൈമിഷികമാണ്. 1-2 തിരഞ്ഞെടുപ്പൊക്കെ ജയിക്കാം, അതിനപ്പുറത്തേക്കൊന്നും സാധ്യമല്ല എന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കെതിരെ വന്ന ഏകദേശം 19,000-ഓളം വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ചെയ്തിട്ടുള്ള വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കൂടി MLA ആണ് ഞാൻ എന്ന ബോധ്യത്തിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങളുമായുള്ളത്. സോണൽ, ഇപ്പോൾ താനൂരിൽ CPM-നകത്ത് തന്നെ ഇപ്പോൾ ചർച്ചകൾ ഉണ്ടായിരിക്കുന്നു. പരാജയത്തിന് ഉത്തരവാദികൾ അവിടെ പ്രചാരണത്തിന്റെ നേതൃത്വം വഹിച്ച നേതാക്കളാണ് എന്നുള്ളതാണ്. എന്താണ് ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നത് സോണൽ? സ്മൃതി, യുവധാര താനാളൂർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് അത്തരത്തിൽ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് വരുന്ന സാഹചര്യമുണ്ടായത്. എ വിജയരാഘവന്റെ പടം വെച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പോസ്റ്റർ വന്നത്. അതിനുശേഷം വീണ്ടും ഇടതുപക്ഷത്തിന്റെ, അതായത് CPM-ന്റെ കൊടി പിടിച്ചൊരു കുട്ടി ഓടുന്ന പടം വെച്ചുകൊണ്ട് വീണ്ടും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നു. അതായത് താനൂരിനെ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നത് മുതൽ കൃത്യമായൊരു നിലപാടിലേക്ക് എത്താൻ CPM-നായിട്ടില്ല, നേതൃത്വത്തിനായിട്ടില്ല എന്നുള്ളൊരു കടുത്ത വിമർശനം ഇതിനോടകം തന്നെ എ വിജയരാഘവനെതിരെ ഉയർത്തുന്നുണ്ട്. എ വിജയരാഘവനായിരുന്നു മലപ്പുറം ജില്ലയുടെ ചുമതല. ആദ്യഘട്ടത്തിൽ നമ്മൾ പൊന്നാനിയിൽ കണ്ടതാണ്. പൊന്നാനിയിലും വിജയരാഘവനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ താനൂരും. കഴിഞ്ഞ 2 ടേമായിട്ട് ഇടതുപക്ഷം ലീഗിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത മണ്ഡലമാണ് താനൂർ. പക്ഷേ അത് ഇരട്ടി ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ UDF പിടിച്ചെടുക്കുന്ന കാഴ്ച, ലീഗ് പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ താനൂരിനെ സംബന്ധിച്ച് കണ്ടതാണ്. CPM-ന്റെ ഭൂരിഭാഗം വോട്ടും ചോർന്നു പോകുന്ന കാഴ്ച പാർട്ടിയിലെ അണികൾക്കിടയിൽ തന്നെ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ്. പാർട്ടിയെ അണികൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട സംസാരം ജില്ലാ നേതാക്കന്മാര്, ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഈ ലോക്കൽ കമ്മിറ്റിയിലും ഏരിയ കമ്മിറ്റിയിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും കടുത്ത നിലപാടുകൾ സ്വീകരിക്കാനും പലതരത്തിലുള്ള ലിമിറ്റുകളുണ്ട്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ ഒരു പക്ഷേ അതിന് ആക്കം കൂട്ടും. കൃത്യമായി താനൂരിൽ CPM വോട്ട് തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് PK നവാസ്